നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. റിവിഷൻ ചെയ്യുവാൻ നമ്മോട് എപ്പോഴും അധ്യാപകർ പറയാറുണ്ട്. അത് ചെറിയ പരീക്ഷയായാലും വലിയ പരീക്ഷയായാലും പബ്ലിക് എക്സാം ആയാലും മറ്റ് പരീക്ഷകളായാലും റിവിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ ഓർമ്മയിലിരിക്കുവാൻ സഹായിക്കുകയുള്ളൂ. ഈ റിവിഷൻ്റെ ഒരു അടിസ്ഥാന തത്വം എന്താണ്, അല്ലെങ്കിൽ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഫോർഗെറ്റിംഗ് കർവാണ്. കാരണം നാം എത്ര ബുദ്ധിയുള്ള ആളാണെങ്കിലും ഓർമ്മശക്തിയുള്ള ആളാണെങ്കിലും നാം പഠിച്ച കാര്യങ്ങൾ ഒരു പ്രത്യേക സമയം കഴിയുമ്പോൾ മറന്നു പോകുവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഫോർഗെറ്റിംഗ് കർവ്. ഒരു പ്രത്യേക കർവ് എത്തിക്കഴിയുമ്പോൾ, സമയം എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ആ പഠിച്ച കാര്യങ്ങളുടെ ഓർമ്മശക്തി കുറഞ്ഞ് അത് പതിയെ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫോർഗെറ്റിംഗ് കർവിൻ്റെ ടോപ്പിലെത്തുമ്പോൾ അത് താഴേക്ക് പോകാതെ അതിനെ റീറ്റെയിൻ ചെയ്യുവാനായിട്ടാണ് നാം റിവൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേക ഇടവേളയിൽ നാം ഈ റിവിഷൻ നടത്തുന്നുവെങ്കിൽ ഷോർട്ട് ടൈം മെമ്മറിയിൽ നിന്ന് ലോങ് ടൈം മെമ്മറിയിലേക്ക് നമ്മുടെ ഇൻഫോർമേഷനെ പ്രോസസ്സ് ചെയ്ത് സ്റ്റോർ ചെയ്യുവാനും അത് ലോങ് ടൈമിലേക്ക് റിട്ടൈൻ ചെയ്യുവാനും സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അധ്യാപകരും നമ്മുടെ ട്യൂട്ടേഴ്സും എല്ലാം പറയുന്നത് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക, പ്രത്യേകിച്ച് പരീക്ഷ അടുക്കുന്ന സമയങ്ങളിൽ ഈ കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യുക എന്നുള്ളത്. എന്നാൽ എങ്ങനെയാണ് നാം പഠിക്കുന്ന കാര്യങ്ങൾ ലോങ് ടൈമിലേക്ക് അല്ലെങ്കിൽ ഷോർട്ട് ടൈം മെമ്മറിയിൽ നിന്ന് ലോങ് ടൈം മെമ്മറിയിലേക്ക് മാറ്റുവാൻ കഴിയുക, അല്ലെങ്കിൽ വളരെയധികം കാലം നമ്മുടെ ജീവിതം മുഴുവൻ ഈ കാര്യങ്ങൾ ഓർമ്മയിൽ എങ്ങനെ ഒരു ഇമേജായി കൊണ്ടുവരുവാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നത്. റിവിഷൻ ചെയ്യുന്നതിന് മുമ്പ് നാം ചിന്തിക്കേണ്ട കാര്യം ഏത് വിഷയമാണ്, ഏത് ഫോമിലാണ് നാം മെമ്മറൈസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായും അവരുടേതായ ഒരു നോട്ട് തയ്യാറാക്കുക. ഞാൻ നോട്ട് ടേക്കിംഗ് മെത്തേഡ്സിനെ കുറിച്ച് പറഞ്ഞു. തങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ കൃത്യമായി അത് എങ്ങനെയാണ് തങ്ങളുടെ ബ്രെയിനിൽ പ്രോസസ്സ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു നോട്ട് തയ്യാറാക്കുക. ഈ നോട്ട് തയ്യാറാക്കാൻ മടിയുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഗൈഡ് ഉണ്ടാകും, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാകും. അതിൽ വളരെ ഈസിയായി മെമ്മറൈസ് ചെയ്യുവാൻ, റീറ്റെയിൻ ചെയ്യുവാൻ പാകത്തിനുള്ള ഇൻഫോർമേഷൻ ആണോ ഉള്ളതെന്ന് ചിന്തിക്കുക. ഈ നോട്ട് ടേക്കിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിലിരിക്കുമ്പോഴാണ് നാം നോട്ട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നോട്ടായി തയ്യാറാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇനി ഈ ക്ലാസ്സിൽ നോട്ട് എടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആക്കുവാൻ നമുക്ക് ആ സമയത്ത് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നാം വീട്ടിൽ വരുമ്പോൾ അത് ഒന്നുകൂടി വായിച്ച് വളരെ ക്രിസ്റ്റൽ ക്ലിയറായി ഒരു നോട്ട് നമ്മൾ തയ്യാറാക്കുന്ന പതിവുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നോട്ട് ടേക്കിംഗ് ഒരു റിപ്പീറ്റ് അല്ലെങ്കിൽ റിവിഷന് തുല്യമായിട്ടുള്ള കാര്യമാണ്. 2 പ്രാവശ്യമെങ്കിലും ചുരുങ്ങിയതായി ഈ നോട്ട് ടേക്കിംഗ് മെത്തേഡ് നമ്മെ റീറ്റെയിൻ ചെയ്യുവാനായി സഹായിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഫൈനൽ പ്രൊഡക്റ്റ് ഓഫ് അവർ നോട്ട്, നമ്മൾ തയ്യാറാക്കിയ നോട്ടിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റാണ് നാം പിന്നീട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ വീണ്ടും നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുവാനും നമുക്ക് നമ്മുടെ ഓർമ്മശക്തി കൂട്ടുവാനും റിവിഷൻ എഫക്റ്റീവായി നടത്തുവാനും സാധിക്കും. മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞത് നാം പഠിക്കുന്ന ഇൻഫോർമേഷൻ പല സോഴ്സിൽ നിന്ന്, അത് പല രീതിയിൽ, ചിലപ്പോൾ വിഷ്വൽ ഇമ്പാക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ നോട്ട്സിൽ നിന്ന്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന്, കമ്പ്യൂട്ടറിൽ നിന്ന്, വിവിധ സോഴ്സുകളിൽ നിന്ന് നാം ശേഖരിക്കുന്നെങ്കിൽ നമ്മുടെ മെമ്മറൈസേഷൻ കൂടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് റിവിഷൻ ചെയ്യേണ്ടത്? നാം ഇന്ന് നോട്ട് തയ്യാറാക്കി പിന്നീട് ഏതൊക്കെ ദിവസങ്ങളിലാണ്, പ്രത്യേക ഇടവേളകളിലാണ് നാം അത് പഠിക്കേണ്ടത് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അങ്ങനെ പഠിച്ചാൽ നമ്മുടെ മനസ്സിൽ നിന്ന് മറഞ്ഞു പോകാതെ ആ ഇൻഫോർമേഷൻ തറഞ്ഞു നിൽക്കുവാൻ ഇടയാക്കും. നാം എന്ന ക്ലാസ്സിൽ ഒരു കാര്യം കേട്ടു, അപ്പോൾ തന്നെ നോട്ട് തയ്യാറാക്കി വീട്ടിൽ വന്ന് ആ നോട്ട് റിവൈസ് ചെയ്ത് നോട്ട് ഫൈനലൈസ് ചെയ്യുന്നു. പിന്നീട് 3 ദിവസം കഴിയുമ്പോൾ നാം ഫസ്റ്റ് റിവ്യൂ ചെയ്യുക. പിന്നെ 7 ദിവസം കഴിയുമ്പോൾ രണ്ടാമത്തെ റിവ്യൂ. പിന്നീട് 21 ദിവസം, 30 ദിവസം, 45 ദിവസം, 60 ദിവസം, അങ്ങനെ 7 പ്രാവശ്യം തുടർച്ചയായി ഈ കൃത്യമായ ഇടവേളകളിൽ നാം റിവ്യൂ ചെയ്യുന്നുവെങ്കിൽ, റിവൈസ് ചെയ്യുന്നുവെങ്കിൽ ആ കാര്യം മറന്നു പോകാതെ നമ്മുടെ ബ്രെയിനിൽ വളരെ കൃത്യമായി പതിയപ്പെടുന്നു. അത് പരീക്ഷയിൽ നമുക്ക് നന്നായി ഉപയോഗിക്കുവാൻ സാധിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ഓരോ റിവ്യൂവിലും കഴിയുമെങ്കിൽ വിവിധങ്ങളായ സോഴ്സുകൾ, നിങ്ങളുടെ നോട്ട്സ്, ടെക്സ്റ്റ് ബുക്ക്, കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ്, അല്ലെങ്കിൽ അത്തരം വിവിധങ്ങളായ സോഴ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യുവാൻ സാധിക്കുന്നുവെങ്കിൽ അത് ഓർമ്മശക്തി കൂട്ടും. പിന്നീട് ഈ റിവിഷൻ എഫക്റ്റീവ് ആക്കുവാനുള്ള മറ്റൊരു മെത്തഡോളജിയാണ് നാം പഠിച്ച കാര്യങ്ങൾ, മനസ്സിലാക്കിയ കാര്യങ്ങൾ നാം ഒന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുക. നാം മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പഠിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്രകാരം പഠിപ്പിക്കുന്നുവെങ്കിൽ നമ്മുടെ റിവിഷൻ എഫക്റ്റീവ് ആകുന്നു. അത് മറ്റൊരു രീതിയിലുള്ള റിവിഷൻ കൂടിയാണ്. അപ്പം അപ്രകാരം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ റിവിഷൻ കൂട്ടുവാൻ സാധിക്കും. ചില കുട്ടികളുണ്ട്, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും കൂടി ഈ കാര്യം മനസ്സിലാകുമല്ലോ, അപ്പോൾ അവർക്ക് മാർക്ക് കൂടുതൽ കിട്ടുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ചിലരുണ്ട്. പക്ഷേ ഈ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ ഓർമ്മശക്തി 10 മടങ്ങ് കൂട്ടും, നമ്മുടെ റിവിഷൻ്റെ ഔട്ട്കം
വളരെ ഇരട്ടിയാക്കുവാൻ സഹായിക്കുന്ന ഒരു കാര്യമാണെന്ന് നാം ഓർത്തിരിക്കുക. പ്രത്യേകിച്ച് ഈ പരീക്ഷാ കാലങ്ങളൊക്കെ ആകുമ്പോഴാണ് റിവിഷൻ്റെ പ്രാധാന്യം വളരെ കൂടുന്നത്. ശരിക്കും റിവിഷൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ചര്യയാക്കി അല്ലെങ്കിൽ റൂട്ടീനാക്കി മാറ്റേണ്ടതാണ്. എന്നാൽ എങ്ങനെയാണ് റിവിഷൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ശാസ്ത്രീയമായ ടെക്നിക്കാണ് പോമോഡോറോ ടെക്നിക്ക്. ഈ പോമോഡോറോ ടെക്നിക്ക് എങ്ങനെയാണെന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇനി വിവിധ വിഷയങ്ങളാണ് നാം റിവൈസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് പരീക്ഷാ സമയങ്ങളിൽ പല വിഷയങ്ങളായിരിക്കും നാം ഒരേ സമയം അല്ലെങ്കിൽ ഒരു ദിവസം റിവൈസ് ചെയ്യുന്നത്. പക്ഷേ ഒറ്റ സ്ട്രെച്ചിൽ ആ റിവിഷൻ നടത്താൻ പാടില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അതിനാണ് ഈ പോമോഡോറോ ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. നാം ഒരു ദിവസത്തെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നു. ആ ടൈം ടേബിളിൽ നാം ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഈ വിഷയം പഠിക്കുന്നു, പിന്നെ അടുത്ത വിഷയം പഠിക്കുന്നു, അങ്ങനെയായിരിക്കാം ഒരു പക്ഷേ. അപ്പോൾ അതിൻ്റെ കൃത്യമായ ഇടവേളകളിൽ നാം ബ്രേക്ക് കൊടുക്കണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം നാം ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ആ പാത്രം നിറയുമ്പോൾ അല്ലെങ്കിൽ ഗ്ലാസ് നിറയുമ്പോൾ തീർച്ചയായും അത് കവിഞ്ഞ് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിനിന് ഒരു ലിമിറ്റുണ്ട്. അത് ലിമിറ്റ് എക്സീഡ് ചെയ്യാതെ ചില ബ്രേക്ക് കൊടുത്താൽ മാത്രമേ നമ്മുടെ റിവിഷൻ എഫക്റ്റീവ് ആവുകയുള്ളൂ. അതിനാണ് ഈ പോമോഡോറോ ടെക്നിക്ക് എന്നുള്ള ഒരു ശാസ്ത്രീയ തത്വചിന്ത ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം നാം എന്താണ് പഠിക്കുവാൻ പോകുന്നതെന്ന് തീരുമാനിക്കുക. ആ വിഷയം 25 മിനിറ്റ് തുടർച്ചയായി പഠിക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് കൊടുക്കുക. പിന്നീട് തുടർന്ന് പഠിക്കുക. അങ്ങനെ 3 പ്രാവശ്യം നിങ്ങൾ ഈ പ്രവൃത്തി പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ഒരു ലോങ് ബ്രേക്ക് അല്ലെങ്കിൽ 10 to 15 മിനിറ്റ്സ് ബ്രേക്ക് കൊടുക്കുക. അങ്ങനെ തീർച്ചയായും ബ്രേക്ക് ഇട്ടുള്ളൊരു പഠനം മാത്രമാണ് എഫക്റ്റീവ് ആവുക. അല്ലാതെ കുറേ സമയം തുടർച്ചയായി വായിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ബ്രെയിൻ എഫക്റ്റീവായി പ്രവർത്തിക്കുകയില്ല. കൃത്യമായ ഇടവേളകളിൽ ബ്രേക്ക് കൊടുക്കുക. ആ ബ്രേക്കിൻ്റെ സമയത്ത് ചില ആക്ഷൻ നിങ്ങൾ നടക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിംസോ പസിൽസോ ചെയ്യുകയോ അല്ലെങ്കിൽ ഗാർഡൻ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കളികളിൽ ഏർപ്പെടുകയോ സംസാരിക്കുകയോ തുടങ്ങിയ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്ത് നിങ്ങളുടെ ബ്രെയിൻ റിഫ്രഷ് ചെയ്യുവാൻ ശ്രമിക്കേണ്ടതാണ്.